നമസ്കാരം. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷിബു അച്ഛൻ, ഷിബു കോലൂത്തമ്മീട്. ഷിബു അച്ഛൻ്റെ പൗരോഹിത്യം കഴിഞ്ഞിട്ട് 25 വർഷമാകണേ. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ നിമിഷത്തിൽ ഷിബു അച്ഛന് എല്ലാവിധ ആശംസകളും ഞാൻ നേരണേ, പ്രാർത്ഥനയും നേരണേ. ഷിബു അച്ഛനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. എന്താ കാര്യം എന്നറിയാം, ഷിബു അച്ഛനെ പരിചയപ്പെട്ടവരാരും ഒരിക്കലും ഷിബു അച്ഛനെ മറക്കില്ലെന്ന് മാത്രമല്ല, എപ്പോഴും ഓർക്കും. കാരണം ഷിബു അച്ഛൻ എന്ന് പറഞ്ഞത് ഒരു വലിയ സ്നേഹമാണ് മനുഷ്യൻ. അതാണ് അച്ഛൻ്റെ പ്രത്യേകത. ഷിബു അച്ഛൻ ഇപ്പോൾ വടുതല അട്ടിപ്പേറ്റി സ്കൂളിൻ്റെ മാനേജറാണ്. ആ സ്കൂൾ തന്നെ ഒത്തിരി മാറിപ്പോയി. അതെനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഷിബു അച്ഛനോട് ആയിരിക്കുന്നതിന് അവിടുത്തെ കുട്ടികളുടെ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നേ. പിന്നെ ഞാനായിട്ട് വളരെ വളരെ അടുപ്പമുള്ളൊരു മനുഷ്യനാണ് ഷിബു അച്ഛൻ. ശരിക്കും പറഞ്ഞാൽ വാക്കുകൾ കിട്ടണില്ല. പക്ഷെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാട്ടാ. വേറെ ഒന്നുമല്ല, ഞാൻ വീട് പണിതപ്പോഴേ എൻ്റെ വീട് കല്ലിടാൻ വന്നത് ഷിബു അച്ഛനാണ്, പ്രാർത്ഥനയോടുകൂടി തന്നെ. കാരണം വലിയൊരു പ്രാർത്ഥന അനുഭവമുള്ളൊരു മനുഷ്യനാണ്, ദൈവവുമായിട്ട് വളരെ അടുപ്പമുള്ളൊരു മനുഷ്യനാണ് ഷിബു അച്ഛൻ. അപ്പോൾ എൻ്റെ വീട് കല്ലിടാമെന്ന് അന്നവിടെ വളരെ പ്രാർത്ഥനയോടുകൂടി ആ കല്ലിടൽ കർമ്മമൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു 8 മാസം കൊണ്ട് പണി തീർക്കണോട്ടാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ 6 മാസം കൊണ്ട് തീർക്കാനിരിക്കണേ. കാരണം അത് എഗ്രിമെൻ്റ് വെച്ചേക്കണ 6 മാസം കൊണ്ട് തീർക്കാനാണ്. അപ്പോൾ ഷിബു അച്ഛൻ പറഞ്ഞ് 8 മാസം കൊണ്ട് തീർക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ അത് 6 മാസം കൊണ്ട് തീർക്കാതിരിക്കണേ. അത് കുഴപ്പമൊന്നുമില്ല, 8 മാസം കൊണ്ട് തീർത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഷിബു അച്ഛൻ അങ്ങനെ പോയി. പക്ഷേ ഈ 6 മാസം കഴിഞ്ഞുള്ള 2 മാസം അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എനിക്ക് മനസ്സിലായത് എൻ്റെ വീട് പണി തീർന്നപ്പോഴാണ്. കാരണം ഞാൻ വീട് പണി തുടങ്ങിയത് 2 നില പണിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പണി തുടങ്ങി. പക്ഷേ വീട് പണി തീർന്നപ്പോൾ എൻ്റെ വീട് മഹാത്ഭുതം പോലെ 3 നിലയായിട്ടാണ് തീർന്നത്. ആ 3-ാം നിലക്കായിരുന്നു 2 മാസം. ഷിബു അച്ഛനത് കല്ലിട്ടപ്പോഴേ കണ്ട്, പക്ഷേ എനിക്കന്ന് കാണാൻ പറ്റിയില്ല. അതാണ് ഷിബു അച്ഛൻ എന്ന് പറയുന്നത്. ആത്മീയതയുടെ വലിയ ഒരു വെളിച്ചമുള്ള മനുഷ്യനാണ്. അപ്പോൾ ഈ പൗരോഹിത്യത്തിൻ്റെ 25 വർഷം ഷിബു അച്ഛൻ ആഘോഷിക്കുമ്പോൾ അത് വളരെ ആഘോഷിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം 25 വർഷം ഒരു കർത്താവിൻ്റെ കൂടെയുള്ള ഒരു പുരോഹിതനായിട്ട് തന്നെ ജീവിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട്, മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട്, കൂടെ ചേർത്ത് നിർത്തി ആ ഇത്ര നാളത്തെ 25 വർഷത്തെ ജീവിതം, അതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ആ ദൈവത്തോട് കൂടെ നടക്കുന്ന ഷിബു അച്ഛന് 1000 ആശംസകൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും പേരിൽ നേരണേ കേട്ടാ. ഓക്കെ.